പിതൃപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതാനുഷ്ഠാനമാണ് കർക്കിടക മാസത്തിലെ അമാവാസി നാൾ നടത്തുന്ന പിതൃതർപ്പണം. ചന്ദ്രനിൽ പ്രതിഫലിച്ചെത്തുന്ന സൂര്യപ്രകാശം നിശേഷം ദൃശ്യമല്ലാതാകുന്ന ദിവസമാകുന്നു അമാവാസി. ഈ ദിവസം ചന്ദ്രപ്രകാശം മുഴുവനും മൺമറഞ്ഞ പിതൃക്കളുടെ ആത്മാക്കൾക്ക് ലഭിക്കുന്നു എന്നും അതിനാൽ പിതൃകർമ്മങ്ങൾ നടത്തുന്നതിന് ഈ ദിനം ഏറ്റവും ഉത്തമം ആണെന്നും വിശ്വസിച്ചു വരുന്നു. സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ സംഗമിക്കുന്ന ഈ ദിനത്തിൽ സമുദ്രസ്നാനം, തിലതർപ്പണം, ഒരിക്കലൂണ് എന്നിവ അനുഷ്ഠിക്കുകയും വ്രതശുദ്ധിയോടെ വർത്തിക്കുകയും ചെയ്യേണ്ടതാണെന്ന് ആചാര്യന്മാർ. മൺമറഞ്ഞുപോയ പിതാവിന്റെ പരമ്പരയിലെയും മാതാവിന്റെ പരമ്പരയിലെയും പൂർവികർക്കു വേണ്ടി ആ വംശത്തിൽ പിറന്ന ജീവിച്ചിരിക്കുന്നവർ തിലതർപ്പണം തുടങ്ങിയ ബലിതർപ്പണം നടത്തണം എന്ന് ശാസ്ത്രഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. വംശത്തിന്റെ അഭിവൃദ്ധിക്കും സമ്പത്ത്, ആരോഗ്യം, സന്താനവൃദ്ധി ആദിയായവയ്ക്കെല്ലാം പിതൃക്കളുടെ പ്രസാദം അനിവാര്യമാണെന്ന് പറയാം. മരണശേഷം ആ ആത്മാക്കൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ കുറയ്ക്കുവാൻ ഏവരും പിതൃതർപ്പണം അനുഷ്ഠിക്കണമെന്ന് സ്മൃതികൾ. മൺമറഞ്ഞുപോയ അറിഞ്ഞതോ അറിയാത്തതോ ആയ അനേകം ഗുരുകാരണവന്മാരോട്, പിന്നെ നമ്മളെ നമ്മളാക്കിയ പിതാമഹന്മാരോട്, അവരുടെയും പിതാമഹന്മാരോടുള്ള കടപ്പാടിന്റെയും കണ്ണിമുറിയാത്ത രക്തജനിതക ബന്ധങ്ങളുടെയും മറ്റും മായാത്ത ഒരു ദീപ്ത സ്മരണയാണ് പിതൃതർപ്പണം. ഹിന്ദു ധർമ്മപ്രകാരം അത് എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ്. സനാതന സംസ്കൃതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പിതൃതർപ്പണം. അതിൽ തന്നെ കർക്കിടക വാവുബലിക്കാണ് ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. ദക്ഷിണായനം ആരംഭിക്കുന്നത് കർക്കിടക മാസം മുതൽക്കാണ്. ഉത്തരായനകാലം ദേവപ്രധാനവും ദക്ഷിണായനകാലം പിതൃപ്രധാനവുമാണല്ലോ. ദക്ഷിണായനത്തിലെ ആദ്യ വാവാണ് കർക്കിടക വാവ്. ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം. പിതൃക്കളെ ഉദ്ദേശിച്ച് നാം നൽകുന്ന നിത്യഭക്ഷണമാകുന്നു ശ്രാദ്ധം. ശ്രദ്ധയോടെ നൽകുന്നത് എന്നർത്ഥം. ദക്ഷിണായനത്തിലെ കറുത്ത പക്ഷത്തിൽ പിതൃക്കൾ ഉണരുന്നു എന്നതാണ് ഈ ബലിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടാകുവാൻ കാരണം. മാതാപിതാക്കൾ മരിച്ചവർ മാത്രമല്ല, എല്ലാവർക്കും ബലിയിടാം. കർക്കിടക മാസം ബലിയിടുന്നത് മുഴുവൻ പിതൃപരമ്പരയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. പിതൃക്കൾക്ക് സമയാസമയത്തിന് അന്നം എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മൾ വർഷത്തിൽ അനുഷ്ഠിച്ചു വരുന്ന ഓരോ വാവുബലികളുടെയും ഉദ്ദേശലക്ഷ്യം. ഭൂമിക്ക് ബാഹ്യമായി മുകളിലുള്ള ലോകമാണ് പിതൃലോകം. ഇവിടെ പിതൃക്കളുടെ ആത്മപ്രാണൻ നിലനിർത്തുന്നത് ജലമാണത്രേ. ആയതിനാൽ പിതൃക്കൾക്ക് ജലത്തിലൂടെയേ അന്നം നൽകാവൂ. അതിനാലാണ് ജലസാന്നിധ്യത്തിൽ ജലം ഉപയോഗിച്ചുള്ള തർപ്പണം നടത്തുന്നതിന്റെ പ്രധാന പൊരുൾ.